ജനറൽ എം ഇന്ദ്രപാലൻ നമ്പ്യാർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. സർ, ഇവിടെ തെരച്ചിൽ വീണ്ടും ആരംഭിക്കുന്നു. അത് പക്ഷേ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ സപ്പോർട്ടോ പ്രാദേശിക ഭരണകൂടത്തിന്റെ സപ്പോർട്ടോ ഇല്ല. മാൽപേ ഡയറക്റ്റായി അവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു തെരച്ചിൽ നടത്തുകയാണ്. ഈ അദ്ദേഹത്തിന് കേവലം അദ്ദേഹത്തിന്റെ ഒരു മാത്രം രീതി കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ആ ദൗത്യം? എനിക്ക് മനസ്സിലാക്കിയത് അവിടെ ട്രക്കിന്റെ ഏതൊരു പാർട്ട് കിട്ടിയിട്ടുണ്ടാണ്. അതെ, ബ്രിഡ്ജിന്റെ അടുത്തായിട്ട്. പിന്നെ അവിടെ ഡൈവിംഗ് ചെയ്യാൻ നോക്കുന്നതാണ് എന്റെ അടുത്ത് അറിയിച്ചത്. അപ്പോ മാൽപേ ഒറ്റയ്ക്ക് താഴെ പോയി കഴിഞ്ഞാൽ ഇപ്പോ കറണ്ട് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ഒരു 2 knots വരെ കറണ്ട് വന്നിട്ടുണ്ട്. പിന്നെ വാട്ടറും ക്ലിയർ ആയിട്ടുണ്ട്, മഡി വാട്ടർ അല്ല. അപ്പോൾ ഒഴുക്കും ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡൈവിംഗ് ഇപ്പൊ ചെയ്യാൻ അത്ര റിസ്കി അല്ല. ഇറ്റ്സ് എ ഗുഡ് ടൈം ടു ഡൈവ്. നമ്മൾ പറഞ്ഞ പോലെ മാൽപേ താഴെ പോയി കഴിഞ്ഞാൽ അവിടെ എന്റെ അസസ്മെന്റ് പ്രകാരം, നമ്മുടെ ടീമിന്റെ അസസ്മെന്റ് പ്രകാരം ട്രക്കിന്റെ മേലെ കുറെ മണ്ണ് കയറിയിട്ട് അവിടെ ഒരു വലിയ മൗണ്ട് പോലെ കിടക്കേണ്ടത് സെറ്റിലായിട്ട്. അപ്പൊ അതിനെയൊക്കെ മാറ്റേണ്ടി വരും. അതിനെ മാറ്റാനായിട്ട് കുറച്ച് ഇൻസ്ട്രുമെന്റ്സ്, ഇംപ്ലിമെന്റ്സ് ഒക്കെ വേണ്ടി വരും. അതിനെ മാറ്റി കഴിഞ്ഞാൽ ട്രക്കിനെ നമുക്ക് കാണാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഒറ്റയ്ക്ക് ചെയ്യുന്ന പകരം അറ്റ്ലീസ്റ്റ് ഒരു കൂടെ ഒരു ആളുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. 2 people ഡൂയിങ് അറ്റ് എ ടൈം. ആ ട്രക്കിനെ കണ്ടുപിടിച്ചിട്ട് അതിന്റെ മൗണ്ട് എടുക്കുക. പിന്നെ ഇങ്ങനെ അതിനെ എടുക്കേണ്ടത് വിൽ ബി മോർ പീപ്പിൾ റിക്വയർഡ്. ഒറ്റയ്ക്ക് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. സാർ, ഈ നമ്മളന്ന് ഡിറ്റക്ട് ചെയ്ത ആ സ്ഥലം തന്നെയാണ് എന്ന് കുറച്ച് വിശ്വസിക്കുന്നു. മാത്രമല്ല, ഇന്നിപ്പോൾ ഈ ഈശ്വർ മാൽപേ സംഘവും അവിടെ നിന്ന് ഈ ഇന്ധനത്തിന്റെ അംശമൊക്കെ കണ്ടെത്തിയതായി പറയുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അത് അതിന്റെ ഡീസൽ ടാങ്കോ അതിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓയിൽ പാർട്ടോ ആയിരിക്കാം. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. മറ്റൊരു എന്തോ ഒരു പാട്ട് കൂടി ഈശ്വർ മാൽപേ ആ വെള്ളത്തിനടിയിൽ നിന്ന് കൊണ്ടുവന്ന് സംഘങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതെന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. വാഹനത്തിന്റെ ഭാഗമാണോ എന്ന് വ്യക്തമല്ല. എങ്കിൽ പോലും ഒരു ചുവന്ന നിറത്തിലുള്ള അത് ജാക്കിയുടെ ഭാഗമായിട്ടുള്ളത് തന്നെയാണോ എന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്നു. സാർ, ഞാൻ വിഷ്വൽ ഒന്നുകൊണ്ടാണ് ഇടപെട്ടത്. ഈ പ്രാദേശികമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഇപ്പോൾ ഈ ദൗത്യത്തിന് ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ സാർ? അതിനെപ്പറ്റി എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല. അത് പ്രാദേശികമായി ഗവൺമെന്റിന്റെ പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോ ദാറ്റ് ഈസ് നോട്ട് ഫോർ മീ ടു കമന്റ്. അവർ ചെയ്യണമെങ്കിൽ മൈ സജഷൻ വിൽ ബി ഡെഫിനറ്റ്ലി CP4 തുടങ്ങണം. കാരണം അവിടെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഹയസ്റ്റ് പ്രോബിലിറ്റി ഓഫ് ട്രക്ക് ആവാനായിട്ട്. റൈറ്റ്. ഈ മാത്രമല്ല, ഈ ഇത്രയും ദിവസത്തെ ഒഴുക്കുണ്ടായിരുന്നല്ലോ, ഇത്രയും ദിവസത്തെ ചെളിയും മണ്ണും ഒക്കെ അടിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ഡ്രഡ്ജർ പോലെയോ അല്ലെങ്കിൽ ഒരു കംപ്രസർ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ എത്തിക്കാതെ മണ്ണ് നീക്കി അല്ലേ ആ ലോറിയിലേക്ക് എത്താൻ കഴിയൂ? അല്ലാതെ കേവലം ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമാണോ എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ്. അപ്പോ മനുഷ്യനെ കൊണ്ട് ഇപ്പോ ഡൈവിംഗ് അത്ര റിസ്ക് ഇല്ലാത്ത കാരണം അവിടെ മാൽപേ ആയാലും ഈശ്വർ മാൽപേ ആയാലും വേറെ ഏത് ഡൈവർ ആയാലും പോയിട്ട് ഫസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കട്ടെ. അവിടെ മണ്ണെടുത്തിട്ട് അവിടെ ട്രക്ക് നമ്മൾ CP4 പറയുന്നതന്നെ ട്രക്കാണോ എന്ന്. അത് ചെയ്യാനായിട്ട് നമുക്ക് മാൽപേയോ ഏതെങ്കിലും ഡ്രൈവറിന് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത് എടുക്കാനായിട്ട് ഡെഫിനറ്റ്ലി ഒരു ഡ്രഡ്ജർ വന്നാൽ ഇറ്റ് വിൽ ബി ബെറ്റർ ടു ഡു. അത് നന്നായി ക്ലീൻ ആയിട്ട് ചെയ്യാൻ പറ്റും ഓപ്പറേഷൻ. ഓക്കെ, ക്ലീൻ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രപാലൻ നമ്പ്യാരാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കൂടുതൽ മെഷീനറി അത് ആവശ്യമാണ്. ലോറി ഉണ്ട് എന്ന് കരുതുന്ന നേരത്തെ ഇന്ദ്രപാലൻ നമ്പ്യാർ സാറിന്റെ ടീം ഡിറ്റക്ട് ചെയ്ത കണ്ടെത്തിയ ആ സ്പോട്ടിൽ തന്നെ കേന്ദ്രീകരിച്ചായിരിക്കണം പരിശോധന. അതിനടിയിൽ തന്നെ ലോറി ഉണ്ട് എന്നുള്ള പ്രതീക്ഷയാണ് വെക്കുന്നത്. എന്താണെങ്കിലും